സംരക്ഷിത സ്മാരകമായ മാനന്തവാടി പഴശ്ശി കുടീരത്തിന് സമീപം നടക്കുന്ന അപകടകരമായ മണ്ണെടുപ്പ് അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. മണ്ണെടുപ്പ് പഴശ്ശി കുടീരത്തെ തകർക്കുമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. നടപടിയില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്ന് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഖിൽ പ്രേം പറഞ്ഞു. പഴശ്ശി കുടീരത്തിന് സമീപം മാസങ്ങൾക്ക് മുമ്പാണ് സ്വകാര്യ വ്യക്തി മണ്ണെടുപ്പ് ആരംഭിച്ചത്. പഴശ്ശി കുടീരത്തിന് സമീപം നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻകൂട്ടി അനുമതി വേണമെന്നിരിക്കെ ഇതൊന്നുമില്ലാതെ നഗരസഭാ സെക്രട്ടറി മണ്ണെടുപ്പിന് അനുമതി നൽകുകയായിരുന്നു. ഇത് ചട്ടവിരുദ്ധമാണ്. 25 മീറ്റർ താഴ്ചയിൽ 70 മീറ്ററോളം വീതിയിൽ മണ്ണെടുപ്പ് നടത്തിയതിനാൽ പഴശ്ശി കുടീരത്തിന്റെ സംരക്ഷണ മതിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലുമാണ്. നിർമ്മാണത്തിനെതിരെ പഴശ്ശി കുടീരം അധികൃതർ മാനന്തവാടി നഗരസഭയെ സമീപിച്ചിട്ടും വകവെക്കാതെ നടത്തിയ മണ്ണെടുപ്പ് അംഗീകരിക്കാനാവില്ലെന്നും പരാതി പറയുമ്പോൾ നിസ്സംഗത പാലിക്കുന്ന നഗരസഭാ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. മാനന്തവാടിയിലെ പഴശ്ശി കുടീരത്തിന്റെ സമീപം നടക്കുന്ന മണ്ണെടുപ്പ് എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള രീതിയിലുള്ള മണ്ണെടുപ്പാണ് നടക്കുന്നത്. വിവിധ കോണുകളിൽ നിന്നും പരാതി ഉയർന്നിട്ട് പോലും നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് നഗരസഭാ അധികൃതരോ നഗരസഭാ സെക്രട്ടറിയോ തയ്യാറായിട്ടില്ല. ഭാരതീയ ജനതാ യുവമോർച്ചയ്ക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് നിരന്തരമായിട്ടുള്ള ഓരോ വിഷയങ്ങളിൽ പരാതി പറയുമ്പോഴും നിസ്സംഗത പാലിക്കുന്ന നഗരസഭാ സെക്രട്ടറി ഇതിന് മറുപടി പറയണം. നഗരസഭാ സെക്രട്ടറി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പരാതി കൊടുത്തത് അല്ലെങ്കിൽ ഇവർക്ക് അനുമതി കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് പൊതുസമൂഹത്തോട് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾക്ക് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് യുവമോർച്ച തയ്യാറാണ്. നഗരഹൃദയത്തിൽ സംരക്ഷിത സ്മാരകമായ പഴശ്ശി കുടീരത്തിന് അപകടകരമായ മണ്ണെടുപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടും റവന്യൂ വകുപ്പ് നടപടിയെടുക്കാത്തതിലും ദുരൂഹതയുണ്ടെന്നും യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ പറഞ്ഞു. സംഭവത്തിൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും യുവമോർച്ച മുന്നറിയിപ്പ് നൽകി. ജനം, വയനാട്.